എല്ലാവർക്കും നമസ്കാരം. ഇന്നൊരു കേക്ക് റെസിപ്പിയാണ്, ഒരു പ്ലം കേക്ക്. എല്ലാവർക്കും ഇഷ്ടമാണോ പ്ലം കേക്ക്? അപ്പോൾ ക്രിസ്മസൊക്കെ അല്ലേ വരുന്നത്, അപ്പോൾ ഒരു പ്ലം കേക്ക് ആവാമെന്ന് വെച്ചു. കേക്കും വൈനും ഒക്കെ എല്ലാവരും കഴിക്കാറുണ്ടല്ലോ. ഇത് മറ്റ് കേക്കുകൾ ഉണ്ടാക്കുന്നതിനെക്കാട്ടിലും 1-2 സ്റ്റെപ്പ് കൂടുതലുണ്ടെന്നേ ഉള്ളൂ. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെ ഉണ്ടാക്കണമെന്ന്. കേക്ക് മിക്സ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് 2-3 കാര്യങ്ങൾ ചെയ്തു വയ്ക്കണം. ഇത് ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും കൂടി എടുത്തിട്ടുള്ളതാണ്. ഒരു 1/2 കപ്പ് എടുത്തിട്ടുണ്ട്, 2 കൂടി. അതിന് മീതെ നിൽക്കത്തക്ക രീതിയിൽ വൈൻ ഒഴിച്ചു വെച്ചു. എന്നിട്ട് സോക്ക് ചെയ്തു. ഞാൻ ഇന്നലെ സോക്ക് ചെയ്തതാണ്. നിങ്ങൾക്ക് ഒരാഴ്ചയോ അല്ലെങ്കിൽ 4 ദിവസമൊക്കെ സോക്ക് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. ഇനി ഇതിൻ്റെ വൈനും എല്ലാം ഒന്ന് ഡ്രൈ ആക്കി എടുക്കണം. അതൊരു പാൻ വെച്ച് ചൂടാക്കിയിട്ട് അതിലിട്ടൊന്ന് ഡ്രൈ ആക്കി എടുക്കാം. ഇതൊന്ന് ഡ്രൈ ആയിട്ട് കിട്ടിയാൽ മതി, വേഗമൊന്നും വേണ്ട. പിന്നെ ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും ഒക്കെ എടുക്കുമ്പോൾ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. നട്ട്സ് കാഷ്നട്ട്, ബദാം, പിസ്ത, അങ്ങനെ എന്ത് വേണമെങ്കിലും, വാൾനട്ട്, അങ്ങനെ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുക്കാം. പിന്നെ ഫ്രൂട്ട്സ് ആണെങ്കിൽ ടൂട്ടി ഫ്രൂട്ടി, ഡേറ്റ്സ്, പിന്നെ ബെറീസ് ഉണ്ടല്ലോ അത്, ചെറി, അങ്ങനെ ഏത് ഡ്രൈ ഫ്രൂട്ട് വേണമെങ്കിലും എടുക്കാം. ഞാനിവിടെ കുറച്ച് കറുത്ത മുന്തിരിയും ഡേറ്റ്സും മാത്രമേ എടുത്തിട്ടുള്ളൂ. പിന്നെ നട്ട്സ് എടുത്തിരിക്കുന്നത് കുറച്ച് വാൾനട്ടും പിസ്തയാണ്. അതിവിടെ കുറച്ച് ബാക്കി ഇരുന്നതുകൊണ്ട് അത് എടുത്തുവെന്നേ ഉള്ളൂ. നമുക്ക് കാഷ്നട്ട് ഉണ്ടെങ്കിൽ അതെടുക്കാം, ബദാം ഉണ്ടെങ്കിൽ അതെടുക്കാം. ഏത് ഇതാണെങ്കിലും നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞിട്ട് എടുക്കണം, നട്ട്സ് ആണെങ്കിലും ഫ്രൂട്ട്സ് ആണെങ്കിലും. കാരണം ഈ വൈനിലിട്ട് കുതിർക്കുമ്പോൾ അത് നല്ലോണം വീർത്ത് വരും. പിന്നെ കേക്കിലിടുമ്പോൾ അത് വല്ലാണ്ട് മുളച്ച് നിൽക്കും. അപ്പോൾ അതുകൊണ്ട് ചെറിയ പീസായിട്ട് മുറിച്ചെടുക്കുക. പിന്നെ ഏത് ഇതാണെങ്കിലും 2 കൂടി 1/2 കപ്പ് മുതൽ 1 കപ്പ് വരെ ആവാം. 1 കപ്പ് മൈദയാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് 1 കപ്പ് വരെ ഫ്രൂട്ടും നട്ടും കൂടി എടുത്താൽ കുഴപ്പമില്ല. ഇപ്പോൾ ഇത് ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് തണുക്കാൻ വയ്ക്കാം. അപ്പോൾ അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് നോക്കാം. അത് കുറച്ച് ഷുഗർ കാരമലൈസ് ചെയ്യണം. അതിനൊരു 1/4 കപ്പ് പഞ്ചസാര എടുത്തിട്ട് ഒരു ചൂട് കട്ടിയുള്ള ഒരു പാത്രത്തിലേക്ക് ഇട്ട് 1 ടേബിൾ സ്പൂൺ സാധാരണ വെള്ളം, ചൂടുവെള്ളമൊന്നുമല്ല, സാധാരണ വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് തീ കത്തിച്ചിട്ട് അത് അനക്കാതെ മീഡിയം ഫ്ലെയിമിൽ വച്ചേക്കുക. അനക്കാതെ എന്ന് പറഞ്ഞാൽ സ്പൂൺ കൊണ്ട് ഇളക്കണ്ട. നമുക്ക് ഈ ചീനച്ചട്ടി ഇങ്ങനെ ചുറ്റിച്ച് വേണമെങ്കിൽ കൊടുക്കുക. അത് ഉരുകി വരുന്നിടം വരെ നമ്മൾ ഇനി അനക്കാതെ വയ്ക്കുക. അതിങ്ങനെ കുറേശ്ശെ ആയിട്ട് ഇങ്ങനെ ബ്രൗൺ കളറായിട്ട് വരും. അപ്പോൾ നമുക്കൊരു കട്ടൻ കാപ്പിയുടെയൊക്കെ ഒരു കളറുണ്ടല്ലോ, ആ കളറിൽ എത്തണിടം വരെ ആക്കിയെടുക്കണം. ഇപ്പോൾ ഇത് ഷുഗർ മുഴുവൻ മെൽറ്റായിട്ടുണ്ട്, നന്നായിട്ടൊന്ന് തിളച്ച് വരുന്നുണ്ട്. മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇട്ടാൽ മതി കേട്ടോ. ഇനി പതുക്കെ ഒന്ന് ചുറ്റിച്ച് കൊടുക്കുക. സ്പൂണൊന്നും ഇട്ട് ഇളക്കണ്ട. ഇപ്പോൾ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് നമുക്ക് ചെയ്താൽ മതി. ഇപ്പോൾ കുറേശ്ശെ കളർ മാറി വരുന്നുണ്ട്. ഇപ്പോൾ ഇത് കുറച്ചുകൂടി ആയിട്ടുണ്ട്. ഒന്ന് പതുക്കെ സ്പൂൺ കൊണ്ടൊന്ന് ഇളക്കി കൊടുക്കാം. അത് ചിലപ്പോൾ ക്രിസ്റ്റലൈസ് ആവാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും. അത് ചൂട് കൂടിയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം കാരണം. അപ്പോൾ ഒരു ടീസ്പൂൺ ചെറുനാരങ്ങ നീര് അല്ലെങ്കിൽ ഓറഞ്ച് ജ്യൂസോ എന്തെങ്കിലും ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ക്രിസ്റ്റലൈസ് ആവില്ല. പിന്നെ ഈ സമയത്തിന് നമ്മൾ അപ്പുറത്തെ അടുപ്പിൽ 1/4 കപ്പ് വെള്ളം തിളപ്പിക്കാൻ വേണ്ടി വച്ചേക്കണം. ഇപ്പോൾ ഇത് നന്നായിട്ട് കളറ് മാറി വരുന്നുണ്ട്. ഈ സമയത്ത് ഫ്ലെയിം സിമ്മിലേക്ക് വയ്ക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവും. എനിക്ക് ഇതുപോലെ കുറേശ്ശെ ഇങ്ങനെ ക്രിസ്റ്റലൈസ് ആവാൻ തുടങ്ങിയിരുന്നു. അപ്പോൾ ഞാൻ 1 ടീസ്പൂൺ ഓറഞ്ച് ജ്യൂസാണ് ഒഴിച്ചത്. ഓറഞ്ച് ജ്യൂസ് നമുക്ക് ഇതിലേക്ക് ആവശ്യമുണ്ട്, അതുകൊണ്ട് എടുത്ത് വെച്ചിരുന്നതുകൊണ്ട് അത് ഒഴിച്ചു കൊടുത്തു. അപ്പോൾ ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. കുറച്ചുകൂടി കളറായി വരുമ്പോൾ തിളപ്പിച്ച് വെച്ചിരിക്കുന്ന വെള്ളം കുറേശ്ശെയായിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അത് ഒഴിച്ചു കൊടുക്കുമ്പോൾ കുറച്ച് മാറി നിന്നിട്ട് വേണം ഒഴിക്കാനായിട്ട്. പെട്ടെന്ന് ഇങ്ങനെ ബബിൾസ് വന്ന് നമ്മുടെ കൈമിലേക്കും മുഖത്തേക്കൊക്കെ തെറിക്കും. അപ്പോൾ അത് കുറേശ്ശെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. ഇനി കുറച്ച് നേരം ഒന്ന് തിളപ്പിക്കുക. ആ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ തന്നെ അതൊന്ന് കട്ടിയാവും.
അത് കുഴപ്പമില്ല, അത് ഒന്ന് തിളച്ച് വരുമ്പോൾ അത് മെൽറ്റായി പോകുന്നുള്ളൂ. ഈ കളറിലാണ് നമുക്ക് കിട്ടേണ്ടത്. പ്ലം കേക്കിന് ഒരു ബ്രൗൺ കളറാണല്ലോ, അപ്പോൾ ഇതിൻ്റെ കളർ അനുസരിച്ചിട്ടാണ് കേക്കിന് കളർ വരുന്നത്. അല്ലാണ്ട് വേറെ കളറൊന്നും അതിൽ ചേർക്കുന്നില്ല. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് തണുക്കാനായിട്ട് വയ്ക്കാം. ഇനി ബാക്കി ഇൻഗ്രീഡിയൻറ്റ് എന്താണെന്ന് നോക്കാം. 1 കപ്പ് മൈദ, 3/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1 പിഞ്ച് ഉപ്പ്. ഇതെല്ലാം കൂടി അരിപ്പയിലിട്ട് ഒരു 3 പ്രാവശ്യം അരിച്ചെടുത്ത് വച്ചേക്കുന്നതാണത്. ഇത് 1 കപ്പ് പൊടിച്ച പഞ്ചസാര. പൊടിച്ചതിന് ശേഷമാണ് 1 കപ്പ് എടുക്കേണ്ടത്. 2 കോഴിമുട്ട, 1/2 കപ്പ് ഓയിൽ, സൺഫ്ലവർ ഓയിലാണ് ഞാൻ എടുത്തേക്കുന്നത്. 1 ടീസ്പൂൺ വാനില എസൻസ് ആവശ്യമുണ്ട്. ഇതിപ്പോൾ ഉണ്ടാക്കി വെച്ച കാരമൽ സിറപ്പ് ഉണ്ടല്ലോ, അതാണ്. ഇത് ഓറഞ്ചിൻ്റെ തൊലി ചെറുതായിട്ട് അരിഞ്ഞു വെച്ചതാണ്. ഓറഞ്ചിൻ്റെ തൊലി എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, വളരെ നൈസായിട്ട് വേണം ഇങ്ങനെ ചെത്തിയെടുക്കാനായിട്ട്. ഉള്ളിലേക്ക് അധികം ആഴത്തിൽ ചെത്തരുത്. ആ വെളുത്ത ഭാഗം പെടാത്ത രീതിയിൽ വേണം ചെത്തിയെടുക്കാനായിട്ട്. അത് ചെറുതായിട്ട് അരിഞ്ഞത് 1 ടീസ്പൂൺ വേണം. ഇത് ഫ്രഷായിട്ട് പിഴിഞ്ഞെടുത്ത ഓറഞ്ച് ജ്യൂസ്. ഇത് ഒരു 4 ഗ്രാമ്പു, 2 ഏലക്ക, ഒരു ചെറിയ കഷ്ണം പട്ട. അത് പഞ്ചസാരയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സിയിൽ പൊടിച്ചെടുത്തതാണത്. ഇത് മുഴുവനും നമുക്ക് ആവശ്യമുണ്ട്. ഇനി ഒരു വലിയ ബൗളിലേക്ക് 2 മുട്ടയും പൊട്ടിച്ച് വെച്ചിട്ട് ബീറ്റർ വെച്ചോ അല്ലെങ്കിൽ ഫോർക്കോ വിസ്കോ വെച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഒന്ന് പതഞ്ഞ് വരണയിടം വരെ ലോ സ്പീഡിൽ വെച്ചിട്ട് വേണം ബീറ്റ് ചെയ്യാനായിട്ട്. നമ്മൾ സീബ്ര കേക്കിന് ചെയ്തില്ലേ, അതുപോലെ തന്നെയാണ്. ഇനി പഞ്ചസാര കുറേശ്ശെ ഇട്ടിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. പഞ്ചസാര മുഴുവനും ഇട്ടതിന് ശേഷം മാത്രം നമ്മൾ ഹൈ സ്പീഡിലേക്ക് ആക്കിയാൽ മതി. അതുവരെ ലോ സ്പീഡിൽ തന്നെ ബീറ്റ് ചെയ്താൽ മതി. വിസ്കോ ഫോർക്കോ ഒക്കെ വെച്ചിട്ട് നമുക്ക് ബീറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. പക്ഷെ കുറച്ചും കൂടി നേരം പിടിക്കും. ചിലപ്പോൾ കൈക്കൊന്ന് വേദനയൊക്കെ എടുക്കാൻ ചാൻസ് ഉണ്ട്. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ചു കൊടുത്തിട്ട് ബീറ്റ് ചെയ്യാം. ഇപ്പോഴേ തന്നെ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആ മുട്ടയുടെ സ്മെല്ല് ഇങ്ങനെ കേക്കിൽ വരില്ല. അപ്പോൾ ഇപ്പം തന്നെ ഒഴിച്ചു കൊടുക്കുകയാണ് നല്ലത്. എന്നിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ നന്നായിട്ട് ബീറ്റ് ചെയ്ത് നല്ലോണം ഇതായിട്ട് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറേശ്ശെ ഓയിൽ ഒഴിച്ചു കൊടുത്ത് വീണ്ടും ബീറ്റ് ചെയ്തെടുക്കാം. ഓയിൽ ഒഴിക്കുമ്പോൾ നമ്മൾ ലോ സ്പീഡിലേക്ക് ആക്കിയിട്ട് വേണം ഒഴിക്കാനായിട്ട്. അപ്പോൾ അടുത്ത മിക്സിങ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നമ്മൾ കേക്ക് ബേക്ക് ചെയ്യാനുള്ള പാത്രം റെഡിയാക്കി വെക്കണം. അത് പാത്രത്തിൽ ഓയിൽ അല്ലെങ്കിൽ ബട്ടർ പുരട്ടിയിട്ട് മൈദ ഇട്ട് ഒന്ന് കോട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് എക്സസ് ആയിട്ടുള്ള മൈദ തട്ടിക്കളഞ്ഞിട്ട് അടിയിലൊരു ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കുക. ഇനി മൈദ കുറേശ്ശെ ആയിട്ട് ഇതിലേക്കിട്ട്, ഇനി ബീറ്ററിൻ്റെ ആവശ്യമില്ല കേട്ടോ. ബീറ്റർ വെച്ച് ബീറ്റ് ചെയ്യണ്ട. ഇതുപോലെ എന്തെങ്കിലും ഒന്നുമില്ലെങ്കിൽ ഫോർക്ക് അല്ലെങ്കിൽ വിസ്ക്, അതുപോലെ അല്ലെങ്കിൽ ഒരു സ്പാറ്റില വെച്ചിട്ട് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കുക. പതുക്കെ വേണം മിക്സ് ചെയ്തെടുക്കാനായിട്ട്. മൈദ എല്ലാം മിക്സ് ചെയ്തെടുത്തു. ഇനി കാരമൽ സിറപ്പ് മിക്സ് ചെയ്യാം. കേക്ക് ടിൻ ഗ്രീസ് ചെയ്യണതും ഡസ്റ്റ് ചെയ്യണതും ഒന്നും കാണിക്കാതിരുന്നത് വീഡിയോയുടെ ലെങ്ത്ത് വളരെ കൂടിപ്പോവും. അതുകൊണ്ടാണ്. സീബ്ര കേക്കിൽ ഞാനെല്ലാം വിശദമായിട്ട് കാണിച്ചിട്ടുണ്ട്. അറിയാത്തവർ അത് കണ്ടു നോക്കൂ. ഇനി ഓറഞ്ചിൻ്റെ തൊലിയും കൂടി മിക്സ് ചെയ്യാം. പിന്നെ ഓറഞ്ച് ജ്യൂസ് എടുക്കുമ്പോൾ അതിന് ചില ഓറഞ്ചിന് മധുരം കുറവായിരിക്കും, ചിലപ്പോൾ പുളി ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളതിൽ ഒരു 2 ടീസ്പൂണോ എത്ര വേണ്ടെന്ന് വെച്ചാൽ അതിൽ പഞ്ചസാര ഇട്ട് അതൊന്ന് മധുരമാക്കിയിട്ട് ചേർത്താൽ മതി. 2 ടീസ്പൂൺ ഓറഞ്ച് ജ്യൂസ് വേണം. ഇനി നട്ട്സും ഫ്രൂട്ട്സും ഇട്ട് കൊടുക്കാം. അതിനു മുമ്പ് അതിലേക്ക്
കുറച്ച് മൈദ ഇട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കണം. അതിങ്ങനെ ഒന്ന് പുരണ്ടിരിക്കുന്ന രീതിയിൽ മാത്രം ഇട്ടാൽ മതി. അധികം മൈദ ഇട്ട് കൊടുക്കണ്ട. അതിങ്ങനെ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ബേക്ക് ചെയ്യാൻ വയ്ക്കുമ്പോൾ ഇത് ബാറ്ററിലേക്ക് ഇടുമല്ലോ, അപ്പോൾ എന്നിട്ട് ബേക്ക് ചെയ്യാൻ വയ്ക്കുമ്പോൾ അത് അടിയിൽ പോയി ഇങ്ങനെ കിടക്കാതിരിക്കാനാണ്. ഇങ്ങനെ ചെയ്യുമ്പോൾ അത് കേക്കിൻ്റെ എല്ലാ ഭാഗത്തും ഫ്രൂട്ടും നട്ടും എത്തും. അല്ലെങ്കിൽ അത് ഏറ്റവും അടിയിൽ പോയി കിടന്ന് അടിയിൽ മാത്രമായിരിക്കും അതുണ്ടാവുക. ഇനി അത് അതിലേക്ക് ഇട്ട് കൊടുക്കുക. അങ്ങനെ തന്നെ അതിലേക്ക് കമത്തണ്ട, അങ്ങനെ കോരി ഇട്ടാൽ മതി. എക്സസ് ആയിട്ടുള്ള മൈദ അതിൽ തന്നെ കിടന്നോട്ടെ. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി അത് കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി, നമ്മൾ മൈദ മിക്സ് ചെയ്ത് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഓവനിലാണ് വെക്കുന്നതെങ്കിൽ ഓവൻ ഒരു 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യാൻ ഇടണം. 180 ഡിഗ്രിയിൽ 10 മിനിറ്റ്. ഇനി ഒരു 2-3 പ്രാവശ്യം ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എയർ ബബിൾസ് വല്ലതും ഉണ്ടെങ്കിൽ പുറത്തേക്ക് പോന്നോളൂ. എയർ ബബിൾസ് അതിൻ്റെ ഉള്ളിൽ ഇരുന്ന് കഴിഞ്ഞാൽ കേക്ക് ബേക്കായിട്ട് വരുമ്പോൾ അതിൻ്റെ ഉള്ളിൽ നിറയെ ഇങ്ങനെ ഹോൾസ് ആയിരിക്കും. അതില്ലാണ്ടിരിക്കാനാണ് ഇങ്ങനെ ചെയ്യണത്. ഇനി 180 ഡിഗ്രിയിൽ ഒരു 50 മിനിറ്റ് ബേക്ക് ചെയ്യാനായിട്ട് വയ്ക്കാം. അപ്പോൾ അതിവിടെ ബേക്കായി കിട്ടിയിട്ടുണ്ട്. 50 മിനിറ്റ് തന്നെ വേണ്ടി വന്നു എനിക്ക് ബേക്കാവാനായിട്ട്. അത് ഓരോ ഓവൻ്റെ ഇതനുസരിച്ചിട്ടിരിക്കും. ഒരു 45 മിനിറ്റ് കഴിയുമ്പോൾ നിങ്ങൾ നോക്കുക, ഒന്ന് തുറന്നിട്ട് ഇത് കുത്തി നോക്കുമ്പോൾ ക്ലീനായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ അത് ബേക്കായി. അല്ലെങ്കിൽ ഒരു 5 മിനിറ്റും കൂടി വയ്ക്കാം. ചില ഓവനിൽ ചിലപ്പോൾ 55 മിനിറ്റ് വേണ്ടി വരും. അപ്പോൾ നിങ്ങളുടെ ഓവൻ്റെ ഇതനുസരിച്ചിട്ട് നിങ്ങൾ അത് ബേക്ക് ചെയ്തെടുക്കുക. ഇനി അത് ചൂട് ഒന്ന് ആറിക്കഴിയുമ്പോൾ അതിൻ്റെ സൈഡിൽ കത്തി കൊണ്ട് ഇങ്ങനെ വിടിയിച്ചെടുത്തിട്ട് ഒരു പ്ലേറ്റിലേക്ക് കമത്തിയെടുക്കാം നമുക്ക്. ഇത് സ്പ്രിംഗ് ഫോം ടിന്നായതുകൊണ്ട് കേക്ക് എടുക്കാൻ ഭയങ്കര എളുപ്പമാണ്. ആ ക്ലിപ്പൊന്ന് ഊരിയാൽ മതി. അപ്പോൾ ഇതിങ്ങനെ അങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ വളരെ എളുപ്പമാണ്. അപ്പോൾ പ്ലം കേക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. പിന്നെ വൈൻ ഇല്ലയെന്ന് വെച്ചിട്ട് കുഴപ്പമില്ല, ഓറഞ്ച് ജ്യൂസിൽ സോക്ക് ചെയ്ത് വെച്ചാൽ മതി. പക്ഷെ ഓറഞ്ച് ജ്യൂസിൽ സോക്ക് ചെയ്യുമ്പോൾ ഒരു 3-4 ദിവസമൊക്കെ വയ്ക്കുന്നുണ്ടെങ്കിൽ അത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക, പുറത്ത് വയ്ക്കരുത്. പിന്നെ വൈനാണെങ്കിൽ പുറത്ത് തന്നെ വയ്ക്കാം, കുഴപ്പമൊന്നുമില്ല. കേക്ക് ഉണ്ടാക്കി വച്ചിട്ട് ഒരു 3 ദിവസം കഴിയുമ്പോൾ അത് കഴിച്ച് നോക്കിയാൽ മതി. അപ്പോഴാണ് അതിൻ്റെ റിയൽ ടേസ്റ്റ് ഉണ്ടാവുക, പ്രത്യേകിച്ച് പ്ലം കേക്ക്. അപ്പോൾ ക്രിസ്മസിന് ഒരു 3-4 ദിവസം മുമ്പ് ഉണ്ടാക്കിയാൽ മതി, ഉണ്ടാക്കി അങ്ങ് വയ്ക്കുക. അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം.